നീ ഈ പുലർച്ചെ തന്നെ എങ്ങോട്ടാ അഞ്ജലി? അടുക്കളയിൽ നിന്നും അമ്മയുടെ ചോദ്യം കേട്ടെങ്കിലും അഞ്ജലി മറുപടി പറഞ്ഞില്ല. സ്വീകരണ മുറിയിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സാരിയുടെ പ്ലേറ്റുകൾ അടക്കുമ്പോൾ അവളുടെ കൈകൾ അറിയാതെ വിറക്കുന്നുണ്ടായിരുന്നു. വിവേകിനോടുള്ള ആവേശമായിരുന്നു എല്ലാത്തിനും തുടക്കം. അവനെ സ്വന്തമാക്കാൻ കണിമംഗലം ഗ്രൂപ്പിന്റെ മാനേജറായിരുന്നല്ലോ അവൻ. അവനോട് മാളവിക മാപ്പ് പറഞ്ഞതും എല്ലാം അവൾ ദേഷ്യം നിറച്ചിരുന്നു. എന്നാൽ തൻ്റെ അനിയത്തിയെ മാളികയെ അവിടെ നിന്ന് പുറത്താക്കാൻ താൻ മെനഞ്ഞ ഓരോ തന്ത്രങ്ങളും ഒടുവിൽ ചെന്നവസാനിച്ചതോ സ്വന്തം പതനത്തിലേക്കു തന്നെ. ഇന്നതെ കണിമംഗലം ഗ്രൂപ്പിന്റെ പടികൾ ഇറങ്ങി നിൽക്കുമ്പോൾ ശ്വാസം മുട്ടിക്കുന്നത് തോൽവിയുടെ കയ്പാണ്. വെറും 2 ദിവസം കൊണ്ട് ഈ വീട് അവൾക്കൊരു തടവറയായി തോന്നി തുടങ്ങി. താൻ കണ്ട സ്വപ്നങ്ങളും നടന്ന വഴികളും എത്ര പെട്ടെന്നാണ് വഴിമുട്ടിയത്. കണിമംഗലത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാനേജർ എന്ന പദവിയിൽ നിന്നും വെറുമൊരു തൊഴിൽ രഹിതയിലേക്കുള്ള ദൂരം ഇത്ര ചെറുതായിരുന്നു എന്ന് അവൾ ഓർത്തതേയില്ല. അന്ന് ആ രഹസ്യ മീറ്റിംഗിന്റെ വിവരങ്ങൾ ചോർത്തിയെന്ന കള്ളക്കേസിൽ നിന്നും തന്നെ രക്ഷിക്കാൻ താൻ അത്രയേറെ വെറുത്ത അനിയത്തി മാളവിക കാണിച്ച മനസ്സ്, അത് അഞ്ജലിയുടെ ഹൃദയത്തിൽ മുള്ളുപോലെ തറച്ചു. അത് തൻ്റെ അനിയൻ കണ്ണൻ തന്നെ തന്നോട് പറഞ്ഞതും അവളാകെ തൊലിയുരിഞ്ഞു പോയി. എന്നാൽ വിവേക് തന്നെ ചതിക്കുകയായിരുന്നെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി. താൻ അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോൾ അവൻ തന്നെ ഒരു കരുവാക്കുന്നത് മാത്രമാണ് ചെയ്തത്. അമ്മയോട് ഒന്നും മിണ്ടാതെ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഓരോ കമ്പനിയുടെയും പടികൾ കയറി ഇറങ്ങുമ്പോഴും അപമാനഭാരത്താൽ അവളുടെ തല താഴ്ന്നു. വാർത്തകളിൽ വന്ന അവളുടെ മുഖം തിരിച്ചറിഞ്ഞ പലരും ജോലി നൽകാൻ വിസമ്മതിച്ചു. കമ്പനി രഹസ്യങ്ങൾ ചോർത്തുന്നവരെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന വാക്കുകൾ അവളുടെ കാതുകളിൽ തുളച്ചു കയറി. അച്ഛൻ്റെ മുഖം ഓർക്കുമ്പോൾ അവൾക്ക് പേടി തോന്നി. വിവേകിനൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടി രാത്രി വൈകി വന്നപ്പോഴൊക്കെ അച്ഛനെ സഹായിച്ചിരുന്നത് മാളവികയാണ്. താൻ അച്ഛനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്ന സത്യം അച്ഛൻ അറിഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ നിൽക്കാൻ തനിക്ക് അർഹതയുണ്ടാവില്ല. അതിനേക്കാൾ വലിയൊരു ഭാരം അവളുടെ മനസ്സിലുണ്ട്. ആ 2 ലക്ഷം രൂപയുടെ കടം ആരോടും പറയാതെ രഹസ്യം 1 മാസത്തിനുള്ളിൽ തീർക്കണം എന്ന്. ഏത് ജോലി കിട്ടിയാലും വേണ്ടില്ല, ആ തുക എങ്ങനെയെങ്കിലും തിരിച്ചടക്കണം. അഞ്ജലി ബസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. കണ്ണുകൾ പഴയ അഹങ്കാരമല്ലായിരുന്നു, പകരം അതിജീവനത്തിനായുള്ള കഠിനമായ ദൃഢനിശ്ചയം മാത്രം അവളുടെ കണ്ണുകളിൽ കണ്ടു. വിവേക് നൽകിയ മുറിവുകൾ മാളിക നൽകിയ സ്നേഹത്താൽ ഉണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പുതിയ അഞ്ജലി ജനിക്കുകയായിരുന്നു ആ സമയം അവിടെ. കണിമംഗലം തറവാട്ടിലെ വിശാലമായ ഊണുമുറിയിൽ പ്രഭാത ഭക്ഷണത്തിന്റെ ഗന്ധം പടർന്നു നിൽക്കുന്നു. തറവാട്ട് കാരണവർ സേതുമാധവനും ഭാര്യ സീതാലക്ഷ്മിയും മക്കളായ അഗ്നിയും വാസുദേവനും ശരണ്യയും ദേവശ്രീയും അച്ചുവും എല്ലാവരും ഡൈനിങ് ടേബിളിൽ ചുറ്റുമുണ്ട്. സ്പൂണുകൾ പാത്രങ്ങളിൽ തട്ടുന്ന ശബ്ദമല്ലാതെ വലിയ സംസാരങ്ങളൊന്നുമില്ല. നിശബ്ദത ഭേദിച്ചുകൊണ്ട് സേതുമാധവൻ അഗ്നിയെ ചോദിച്ചു, നമ്മുടെ കമ്പനിയിൽ പുതിയ മാനേജിംഗ് സോഫ്റ്റ്വെയർ കൊണ്ടുവന്നെന്ന് കേട്ടല്ലോ, അവൻ എങ്ങനെയുണ്ട്? കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ അവന് കഴിയുന്നുണ്ടോ അഗ്നി? അഗ്നി ഭക്ഷണത്തിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ മറുപടി പറഞ്ഞു, ഉണ്ടച്ചാ, അവൻ മിടുക്കനാണ്, എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. അഗ്നി സംസാരിക്കുമ്പോൾ ശരണ്യയുടെ കണ്ണുകൾ അവനിൽ തന്നെയാണ്. അവന്റെ ഓരോ ചലനവും വാക്കുകളും അവൾ പ്രണയപൂർവ്വം നോക്കി നിൽക്കുന്നു. ഇതുവരെ താൻ കണ്ടിട്ടുള്ള പുരുഷന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഗാംഭീര്യമുള്ള അഗ്നി അവളുടെ മനസ്സിനെ അത്രമേൽ കീഴടക്കിയിരുന്നു. എന്താ അവന്റെ പേര്? സേതുമാധവൻ വീണ്ടും ചോദിച്ചു. ക്രിസ്റ്റി. അഗ്നിയുടെ മറുപടി കേട്ടതും ശരണ്യയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ അവൾ ധരിച്ചു നിന്നു. സേതുലക്ഷ്മി മരുമകളുടെ ഭാവമാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശരണ്യയുടെ മുഖത്തെ വളർച്ച കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. അത് അവളുടെ രഹസ്യകാമുകനായ ക്രിസ്റ്റി തന്നെയായിരുന്നു. പക്ഷെ അവൻ എന്തിനാണ് തങ്ങളുടെ കമ്പനി ജോലിക്ക് കയറിയത്? അവരുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുകൾ മുളച്ചു. എങ്കിലും ഒന്നും പുറത്തു കാണിക്കാതെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. തൊട്ടടുത്ത് തന്നെ ദേവശ്രീയും അച്ചുവും ഉണ്ടായിരുന്നു. ദേവശ്രീ അപ്പോഴും അച്ചുവിനെ ശ്രദ്ധിക്കുന്ന തിരക്കിലാണ്. എന്നാൽ വാസുദേവനെയോ അച്ചുവിനെയോ അടുത്തിരിക്കുന്ന കാര്യം പോലും അവൾ ശ്രദ്ധിക്കുന്നില്ല. അവളുടെ ലോകം അഗ്നിയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. ഡൈനിങ് ടേബിൾ ഈ നാടകീയമായ നിശബ്ദതയും ഒളിഞ്ഞു നോട്ടവും അഗ്നി ശ്രദ്ധിക്കുന്നുണ്ട്. അവന്റെ നിശബ്ദമായ കണ്ണുകളിൽ നിന്നും ഒന്നും മറഞ്ഞു നിന്നില്ല. അപ്പോൾ
പെട്ടെന്നാണ് അവിടേക്ക് അരുൺ കടന്നു വന്നത്. അവൻ്റെ മുഖത്ത് ഒരു തരം അസ്വസ്ഥത പ്രകടമായിരുന്നു. നീ ഇതുവരെ എവിടെയായിരുന്നു അരുൺ? സേതുമാധവൻ ഗൗരവത്തിൽ ചോദിച്ചു. അരുൺ അച്ഛനെ ഒന്ന് നോക്കിയെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല. ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ തൻ്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി. കണിമംഗലം തറവാടിൻ്റെ അന്തരീക്ഷത്തിൽ പുതിയൊരു അസ്വസ്ഥത പടരുകയായിരുന്നു ആ നിമിഷം. സീതാലക്ഷ്മി, നീ അവനെ ശ്രദ്ധിക്കുന്നില്ലേ? ഈ അടുത്തായി ബാറിലും കുടിയിലുമാണ് അവൻ്റെ ജീവിതം. എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പോകുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല. സേതുമാധവൻ്റെ സ്വരത്തിന് അല്പം അമർഷം നീലിച്ചിരുന്നു. ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തൽ കേട്ട് സീതാലക്ഷ്മി വെറുതെ ഇരുന്നില്ല. എൻ്റെ മാത്രം മകനല്ലല്ലോ അവൻ, നിങ്ങളുടെയും കൂടിയല്ലേ. നിങ്ങൾക്ക് അവനെ ഒന്ന് ഉപദേശിച്ചൂടെ? അവരുടെ വാക്കുകൾ അമ്മയുടെ ആകുലതയുണ്ടായിരുന്നു. അവൻ ഒരു ജോലിക്ക് വേണ്ടി അലയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇവിടെ 2 ഏട്ടന്മാരുണ്ട്, എത്രയോ കമ്പനികളുമുണ്ട്. അതിലേതെങ്കിലും ഒന്നിൻ്റെ തലപ്പത്ത് അവനെ ഇരുത്തിക്കൂടെ? പക്ഷെ നിങ്ങളോ അഗ്നിയോ വസുദേവനോ അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. സേതുമാധവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അതിനവൻ പഠിച്ചത് ഏതെങ്കിലും ഉണ്ടോ? വിദേശത്ത് പോയി പഠിച്ചിട്ട് ഒരു മാർക്ക് പോലുമില്ലാതെ ഇറങ്ങിയ അവനെ ഏത് പൊസിഷനിലാണ് ഞാൻ നിർത്തേണ്ടത്? നീ തന്നെ പറ സേതുലക്ഷ്മി. എല്ലാ അച്ഛനമ്മമാരും പഠിപ്പ് നോക്കിയാണോ മക്കളെ സ്വന്തം സ്ഥാപനത്തിൽ ഇരുത്തുന്നത്? സീതാലക്ഷ്മി വിട്ടുകൊടുത്തില്ല. രംഗം വഷളാകുന്നത് കണ്ട് സേതുമാധവൻ അഗ്നിയെ നോക്കി. അഗ്നി, ആ പുതിയ സോഫ്റ്റ്വെയർ മാനേജർ പോസ്റ്റ് അരുണിന് കൊടുത്തുകൂടായിരുന്നു നിനക്ക്? അഗ്നി പതിഞ്ഞ സ്വരത്തിൽ അതിന് മറുപടി നൽകി. ഞാൻ ആദ്യം ആലോചിച്ചതാണ് അച്ഛാ, പക്ഷേ ക്വാളിഫിക്കേഷൻ. ഇനി വേറെ ഏതെങ്കിലും ഒഴിവ് വരുമ്പോൾ നമുക്ക് അവനെ അതിൽ കയറ്റാം. എനിക്ക് നിങ്ങളുടെ ഒരു കമ്പനിയും വേണ്ട, ജോലിയും വേണ്ട. പെട്ടെന്നാണ് അരുണിൻ്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി കേട്ടത്. എല്ലാവരും ഞെട്ടി അങ്ങോട്ട് നോക്കി. കണ്ണുകൾ കലങ്ങി, മുടിയാകെ ഉലഞ്ഞ്, വസ്ത്രങ്ങൾ വാടിയിരിക്കുന്നു. ഇന്നലെ കഴിച്ച മദ്യത്തിൻ്റെ കിക്ക് അവനിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. അവൻ്റെ ആ കോലം കണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായി. അരുണിൻ്റെ ഉള്ളിൽ വലിയൊരു സങ്കടക്കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. ഇന്നലെ പോയ ഇൻ്റർവ്യൂവിൽ പോലും ആളുകൾ അവനെ നോക്കി കളിയാക്കി ചിരിക്കുന്നു. സേതുമാധവൻ്റെ മകനോ? ഇത്രയും കമ്പനികളുടെ വീട്ടിലെ പയ്യൻ എന്തിനാണ് ഞങ്ങളുടെ പടിവാതിൽക്കൽ വരുന്നത് എന്ന അവരുടെ നോട്ടം അവനെ തളർത്തിയിരുന്നു. അതിനേക്കാളേറെ ഇന്നലെ കണ്ട കാഴ്ച. താൻ ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണ് മറ്റൊരാളോടൊപ്പം കാറിൽ പോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ടു. ആർക്കു വേണ്ടി ഞാൻ അധ്വാനിക്കണം? കുടുംബത്തിന് വേണ്ടിയോ അതോ സ്നേഹിക്കുന്നവൾക്ക് വേണ്ടിയോ? അവൾക്ക് ഇപ്പോൾ അവനെ മതി, എന്നെ വേണ്ട. അരുണിൻ്റെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. അരുണിൻ്റെ ഈ അവസ്ഥ കണ്ട് ശരണ്യയും സീതാലക്ഷ്മിയും തകർന്നു പോയി. പക്ഷേ അഗ്നിയുടെ കണ്ണുകളിൽ മാത്രം എന്തോ ഒരു നിഗൂഢത ബാക്കിയുണ്ടായിരുന്നു. കണിമംഗലം തറവാട്ടിലെ ഇനി വരാനിരിക്കുന്ന കൊടുങ്കാറ്റാണെന്ന് നിശബ്ദത വിളിച്ചു പറഞ്ഞു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ദേവശ്രീ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറായി വന്നപ്പോൾ ഊണുമുറിയിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. ഇളം നിറത്തിലുള്ള ഒരു സാരിയായിരുന്നു അവളുടെ വേഷം. ഇളം നീല നിറത്തിലുള്ള ഒരു സാരിയായിരുന്നു അവളുടെ വേഷം. ആ വസ്ത്രം അവളുടെ ഉടലഴകിനെ കൂടുതൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. ഒതുക്കമുള്ള ശരീരവും ഐശ്വര്യമുള്ള മുഖവും അവളെ ഒരു ശില്പം പോലെ സുന്ദരിയാക്കി മാറ്റിയിരുന്നു. അരികിൽ നിന്നില്ല ശരണ്യയുടെ ഉള്ളിൽ അസൂയയും ഒരു കടൽ തന്നെ ഇരമ്പി. ദേവശ്രീയുടെ ഓരോ ചലനവും അവളുടെ ആത്മവിശ്വാസം ശരണ്യ വല്ലാതെ അസ്വസ്ഥയാക്കി. സീതാലക്ഷ്മി വസുദേവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വാസു, നീ ഇന്ന് ദേവശ്രീയെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടു ചെന്നാക്ക്. അവൾ ഒറ്റയ്ക്ക് പോകണ്ടേ? അമ്മയുടെ വാക്കുകൾ കേട്ടതും ശരണ്യക്ക് ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല. അവൾ ഉടനെ തന്നെ അതിൽ ഇടപെട്ടു. അമ്മേ, അവൾക്ക് സ്വന്തമായിട്ടൊരു കാറിലെ ഡ്രൈവറും ഉണ്ടല്ലോ. പിന്നെ എന്തിനാ വസുവേട്ടൻ തന്നെ അവളെ കൊണ്ടുവിടണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? ഏട്ടന് ഹോസ്പിറ്റൽ തിരക്കുള്ളതല്ലേ? സേതുമാധവൻ പത്രം മടക്കി വെച്ച് ശരണ്യെ രൂക്ഷമായി ഒന്ന് നോക്കി. അതിന് നിനക്കെന്താ ശരണ്യ ഇത്രക്ക് വിഷമം? നിന്റെ ഭർത്താവാണെന്ന് വിചാരിച്ച് അവൻ എന്താ അവളെ കൊണ്ടുവിട്ടൂടെ? സേതുമാധവന്റെ ചോദ്യത്തിന് മുന്നിൽ ശരണ്യ ഒന്ന് പതറി. പക്ഷെ സീതാലക്ഷ്മിയുടെ മനസ്സിൽ മറ്റൊരു കണക്ക് കൂട്ടലായിരുന്നു. വസുദേവന് ദേവശ്രീയോട് ഒരു തരം അടുപ്പം തോന്നണമെന്നും ശരണ്യ ഈ വീട്ടിൽ നിന്നും മാനസികമായി അകറ്റണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു.